വടക്കുന്നാഥ സന്നിധിയിലേക്ക് ഘടകപൂരങ്ങളുടെ വരവ് തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ ദൃശ്യങ്ങളാണ്. ചെമ്പൂക്കാവ് ഭഗവതിയെ തിടമ്പേറ്റി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ക്ഷേത്രത്തിൽ നിന്നും യാത്ര തുടങ്ങിയിരിക്കുകയാണ്. അരമണി കെട്ടി നെറ്റിപ്പട്ടം കെട്ടി ചെമ്പൂക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റിക്കൊണ്ട് രാമൻ മേളങ്ങളുടെ അകമ്പടിയോടുകൂടി, പൂരപ്രേമികളുടെ അകമ്പടിയോടുകൂടി ഇപ്പോൾ വടക്കുന്നാഥനെ വണങ്ങാനുള്ള ആ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ശ്രീമൂലസ്ഥാനത്തേക്കുള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങളുമായി അല്പസമയത്തിനകം ചേരും. എന്തായാലും ഈ ആനകളുടെ ഇടയിലെ മെഗാസ്റ്റാർ എന്ന് പറയാവുന്ന തെച്ചിക്കോട്ടുകാവ് രാമൻ അത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണാം എത്രയോ ആനപ്രേമികളാണ് അവരുടെ മൊബൈലിൽ ആ ദൃശ്യം പകർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത ഒരു വർഷം വരെ, അടുത്ത പൂരം വരെ ഓരോ റീലുകളായി നമ്മുടെയൊക്കെ കണ്ണുകളുടെ മുന്നിലേക്ക് ഈ ഒരു ദൃശ്യം വന്നുകൊണ്ടിരിക്കും. അത്രയ്ക്ക് തലയെടുപ്പുള്ള, അത്രയ്ക്ക് ഫാൻസുള്ള ആനപ്രേമികളുടെ ഹീറോയായ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇപ്പോൾ ചെമ്പൂക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി സർവാഭരണ വിഭൂഷിതനായി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ആ മനോഹരമായ കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ശ്രീമൂലസ്ഥാനത്ത് നമ്മളിപ്പോൾ കൂടി നിൽക്കുന്ന ജനങ്ങളെല്ലാം ഈ രാമന്റെ വരവ് തന്നെയാണ് കാത്തു നിൽക്കുന്നത് എന്ന് ഉറപ്പാണ്. ഇപ്പോൾ വിഷ്ണു സുരേഷ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. വിഷ്ണു, നമ്മൾ കാത്തിരുന്ന നിമിഷം ചെമ്പൂക്കാവ് ഭഗവതിയെ തിടമ്പേറ്റി രാമൻ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു അല്ലേ? ഏറ്റവും ദൃശ്യമനോഹരമായ കാഴ്ച, ചെമ്പൂക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ക്ഷേത്രത്തിന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ നിന്ന് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടുകൂടി വടക്കുന്നാഥന്റെ മണ്ണിലേക്ക് രാമൻ പോകും. അതിനുശേഷം കിഴക്കേ ഗോപുര നടവഴി അകത്ത് കയറി വടക്കുന്നാഥനെ വണങ്ങി തെക്കേ ഗോപുര നടവഴി രാമൻ പുറത്തേക്ക് ഇറങ്ങും. അതൊരു ഒന്നൊന്നര കാഴ്ചയാണ്. രാമനെ വരവേൽക്കുന്നതിന് വേണ്ടി രാവിലെ നമ്മൾ കണ്ടതാണ്. ഇവിടെ എത്തിയ തിരക്ക്, അവിടെ എത്തിയ വലിയ ജനക്കൂട്ടം നമ്മൾ കണ്ടതാണ്. അതിപ്പോഴും തുടരുകയാണ്. ഒരുപക്ഷെ രാമൻ പൂരനഗരിയിലേക്ക് എത്തുമ്പോൾ ആ ജനക്കൂട്ടം കൂടും എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഒരു പ്രഭാവലയമുള്ള ആനയെന്ന ആനപ്രേമികൾ വിശ്വസിക്കുന്ന അവരുടെ പ്രിയപ്പെട്ട രാമനെ കാണുന്നതിന് വേണ്ടി പല ദേശങ്ങളിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അത് തൃശ്ശൂർ പൂരം കാണുന്നതിന് വേണ്ടി മാത്രമല്ല, രാമനെ കൂടി കണ്ടു മടങ്ങാം എന്ന ആഗ്രഹത്തിന്റെ പുറത്താണ് ആളുകൾ എത്തുന്നത്. ചെമ്പൂക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി നിൽക്കുന്ന രാമന്റെ ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇടത്തും വലത്തും ശ്രീകുട്ടനും ഉണ്ണിയും നിൽക്കുന്നു. അകമ്പടിയായി പഞ്ചവാദ്യമുണ്ട്. അല്പസമയത്തിനകം തന്നെ ചെമ്പൂക്കാവ് ക്ഷേത്രത്തിൽ നിന്ന് വടക്കുന്നാഥന്റെ മണ്ണിലേക്ക് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ പുറപ്പെടും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.